കുറിപ്പേട്ടോ എങ്ങനെയുണ്ടാ? പ്രാവശ്യം രാവിലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ തുടങ്ങാലോ. ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരുടെ ബാച്ചിലേഴ്സ് പാർട്ടി എന്തായിരുന്നു? പാചക ക്ലാസ്, അടിപ്പാവാട ഉണക്കല്. എന്നാൽ ഈ ശുചിക്ക് എന്തിന്റെ കേടാ? എന്തു കുറവുണ്ടായിട്ടാ? ശ്രീകുമാറിനെ പോലൊരു ഭർത്താവിനെ കിട്ടണമെങ്കിലേ സുഹൃതം ചെയ്യണം. എടി, ആണുങ്ങളെ പോലെ ജീവിക്കണം, അല്ലാതെ അടുക്കള കയറി നിരങ്ങി. എനിക്ക് ആ ശ്രീകുമാറിന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ശ്രീകുമാറെ, സ്വന്തം ഭാര്യയും മോളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിഷമം ശരിക്കും മനസ്സിലാക്കിയവനാണ് ഞാൻ. പിന്നെ ആലോചിച്ചു നോക്കുമ്പോ സുജ പോയതിലും തെറ്റു പറയാൻ പറ്റില്ല. ആർക്കും ഒരു വരുമാനം ഇല്ലാതെ എങ്ങനെയാടാ ജീവിക്കുന്നത്? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ചായൻ പറയുന്നത്? ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. അല്ലലില്ലാതെ കാര്യങ്ങൾ നടക്കാൻ 10 ചക്രം കയ്യിൽ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും, അവളും മോളും തിരിച്ചു വരും. ആ വരൂടാ, പക്ഷേ ഒരു കണ്ടീഷൻ. നീ എങ്ങനെയെങ്കിലും എന്റെ റോസമ്മയെ തിരിച്ചു കൊണ്ടുവരണം. മോനെ, തലവണ കെട്ടിപ്പിടിച്ച് കിടന്ന് മടുത്തടാ. അച്ചായ, റോസമ്മയെ തിരികെ കൊണ്ടിരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. ടാ, എന്റെ പ്രേമവും ആ കുട്ടിയും മഴയും ഒക്കെ വെറും പുളുവായിരുന്നടാ. നീ ഹിറ്റ്ലർ സിനിമ കണ്ടിട്ടില്ലേ? അതിലെ മഴ സീൻ ഓർമ്മ വന്നപ്പോ വെള്ളപ്പുറത്ത് വെച്ച് കാച്ചിപ്പോയതാടാ. അപ്പൊ ഒന്നുമില്ല. അതല്ലേ പറഞ്ഞു ഇതുവരെ. വെള്ളം അടിക്കുമ്പോ ഓരോ ഭാവനകൾ. വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. രമേശ, എടാ നോക്കണം, നമ്മുടെ പാചകാധ്യാപകൻ പുതിയ വേഷത്തില്. പാചകം നിർത്തി പാറാവായ. നിനക്ക് കിട്ടിയതൊന്നും പോരെ? നിനക്കിട്ട് ഞാൻ തരാട്ടാ. ചെല്ലേ. അല്ല സാറേ, സാറിന് പുതിയ ജോലിയൊക്കെ കിട്ടിയ. എന്തായാലും സാറിന് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലട വിനു? അതെ അതെ അതെ. രമേശ, ഈ വായനശാലയുടെ മുമ്പിൽ ഇങ്ങനെ വായും കയറി നിൽക്കാതെ നീ അങ്ങോട്ട് പോരെ. എനിക്ക് ഈ വേഷം ചേരുവൊന്നുമില്ല. എന്നാൽ ഇവിടെ നിൽക്കണ നിപ്പ് ആ ബാറിന്റെ മുമ്പിൽ വന്ന് നിന്നാ വൈകുന്നേരം ആകുമ്പോ 4 കാശും കിട്ടും, പറയാനൊരു പണിയാവും. വന്നേ, ഇല്ലെങ്കിൽ കാലത്ത് പെണ്ണ് കിട്ടില്ല കേട്ടോ. ആ കളി കിടക്കട്ടെ. ശരി, ഇരി മതിയായല്ലേ കളി? ആരടാ ഈ നേരത്ത്? അയ്യോ, ഇതാരും റോസമ്മ. എന്റെ ഈശോ, എന്ത് പറ്റി തിരിച്ചു വരാൻ? തെറ്റിദ്ധാരണകളൊക്കെ തീർന്നോ? മനുഷ്യ, മോളെ നിന്ന്. എടി, എന്താ സംഭവിച്ചത്? ശ്രീകുമാരങ്ങൾ വന്നിരുന്നു. മമ്മിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പപ്പയുടെ ഒരു പുളു, മുഴുവനും പച്ചക്കള്ളം. എടി റോസമ്മേ, ക്ഷമിക്കടി. അന്ന് വെള്ളപ്പുറത്ത് പറഞ്ഞു പോയതാടി. കള്ള് തലയ്ക്ക് പിടിച്ച വെച്ച് കീറിക്കൊള്ളും, വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. എടി, ഹിറ്റ്ലർ സിനിമയിലെ മഴ സീൻ ഇങ്ങനെ. അതെ, ഇനി ഈ കുടുംബത്തിൽ മഴയെ പറ്റി മിണ്ടിപ്പോകരുത്. ഇല്ല. പറഞ്ഞേക്കാം. പെണ്ണുങ്ങളില്ലാതെ ഈ വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ഈശോയെ, ഇനി അടുക്കള ഏത് പരുവത്തിലാണാവോ? എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഞാൻ തുറന്നോളാം. ഒരു മിനിറ്റ് ഇരിക്കട്ടെ, ടിപ്പായിട്ട് കരുതിയാ മതി. കാർ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യണം. അതെ, ജാണ്ട കളഞ്ഞ് തൊഴുത് നല്ല ടിപ്പ് കിട്ടുന്ന പണിയാ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. അല്ല, ഇന്ന് താൻ അച്ചി വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ? കുറച്ച് ദൂരെയാ, കാഞ്ഞിരപ്പള്ളി. 1 മാസത്തെ ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെയോ? അത് കിട്ടിയ സുജയ മോളെ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. ഓ, അത് ശരി.
നമസ്കാരം. നമസ്കാരം. ആരാ മനസ്സിലായില്ലല്ലോ? ശ്രീകുമാർ കേട്ടിട്ടുണ്ടാവും. MG ശ്രീകുമാറാണോ പാട്ടുകാരൻ? പാട്ട് പാടും, പക്ഷെ MG ശ്രീകുമാർ അല്ല, G ശ്രീകുമാർ, ഇവിടത്തെ ലീനയുടെ ഭർത്താവ്. ഓ, അത് നിങ്ങളാണോ? ആ. ഞാൻ അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. എന്താണാവോ? സുജയും മോളും. സുജിയോ? അത് നിന്റെ ഭാര്യ. എന്റെ മോള് ലീന, ലീന ജേക്കബ്. അവൾ അകത്തുണ്ട്. എന്താ കാര്യം? ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അറിഞ്ഞു. കലക്ടർ ഒന്നും അല്ലല്ലോ. ജോലി കിട്ടിയെന്ന് ഒരു ചളുപ്പില്ല അവൻ നിക്കുക. വെറും പാറാവുകാരനല്ലേ? ഒരു ബാർ ഹോട്ടലിലെ പാറാവുകാരന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവള് വരും. വിളിച്ചു നോക്ക്. ആ, നിക്ക്. എന്റെ വീടിനകത്തോട്ട് കയറണ്ട, ഞാൻ പറഞ്ഞു വിടാം. മോള്? അവൾക്ക് സുഖം. അല്ല, പഠിത്തമൊക്കെ? ഇവിടെ സെയിന്റ് ആന്റണീസിലാണ്. എന്നെ പറ്റി ചോദിക്കാറില്ലേ? ഉവ്വ്. അച്ഛൻ ജോലിക്ക് പോയേക്കുവാ. തിരിച്ചു വന്ന അമ്മയും മോളെയും അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ. അവളത് വിശ്വസിച്ചിരിക്കുക. ഇരുന്നാ ഒരു ചായ എടുക്കാം, കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ ഇറങ്ങാം. മോൾ കൊടുത്തേക്ക്. സുജയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ, ഒരുപക്ഷെ എന്റെ ഇപ്പോഴത്തെ ഈ സെക്യൂരിറ്റി പണി അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് പിടിച്ചില്ലായിരിക്കാം. എടാ, എല്ലാ ജോലിക്കും അതിന് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ഇതൊന്നുമല്ല ചായ. ആ ടോമി, അവൻ ഒറ്റൊരുത്തനെ അതിന്റെയൊക്കെ പുറകില്. അവനൊരു 100 രൂപ വെച്ച് എന്റെ മുഖത്തേക്ക് നീട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതൊക്കെ കൊളാവുന്നു. എനിക്കറിയായിരുന്നു താൻ ഇവിടെ ഉണ്ടാവുമെന്ന്. മനസമാധാനം നഷ്ടപ്പെട്ടവൻ ഇവിടെ അല്ലാതെ എവിടെ പോവാൻ? അല്ലേ റോയ്ച്ചനല്ലേ? അതെ. ലീന പറഞ്ഞറിയാം. ടോമി ഈപ്പൻ ദേവസ്. എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. റോയ്ച്ചനും കേൾക്കാം. എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. നിങ്ങൾ വന്ന സ്ഥലവും സമയവും ഒന്നും ശരിയല്ല. ടോമി ചെറുപ്പം ചെല്ല്. പോ. ശ്രീമാരെ, എന്താ പ്രശ്നം? അപ്പൻ, അമ്മ, പള്ളി, വിശ്വാസം എല്ലാം ഉപേക്ഷിച്ച് ഉറപ്പിച്ചു പറയാൻ പേരോ അഡ്രസ്സോ ഇല്ലാത്ത ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ ലീനയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാന്. എത്ര വന്നാലും ആണൊരുത്തന്റെ കൂടെയാണല്ലോ ഇറങ്ങിപ്പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എടോ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ആണിനെ പോലെ ജീവിച്ചു തീർക്ക്. മനുഷ്യന് ഭീരുവാകാം, പക്ഷെ തന്നെ പോലെ. അതുകൊണ്ടാണല്ലോ ആരും കാണാത്ത ഈ ഓണം കേറാൻ മൂലം വന്ന് ഒളിച്ചു താമസിക്കുന്നത്. ഒളിച്ചു താമസിക്കൂ? ആ, എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇരിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലായതുകൊണ്ട് ചിലപ്പോ ഇയാൾ മനസ്സ് തുറക്കും. പോട്ടെ റോജ, നല്ലതുപോലെ ഒന്ന് ആലോചിക്ക്. തനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ, കുഞ്ഞ്. ഇപ്പോഴും തനിക്ക് ഒരവസരം ബാക്കിയുണ്ട്. ഉത്തരവാദിത്വത്തോടെ താൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കണം. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ധീരനായിട്ട് മരിക്കുക. രാജ്യം സ്മരിക്കും.